ലാൽ സലാം. ലാലേട്ടനും ഒപ്പം ദിലീപും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഭബബ. ഈ ഒരു സിനിമ ലാലേട്ടൻ്റെ പ്രസൻസ് തന്നെയാണ് ഏവരെയും അട്രാക്റ്റ് ചെയ്തത്. സിനിമയുടെ കളക്ഷൻ 3 ദിനങ്ങൾ കൊണ്ട് അതിഗംഭീരമായ കുതിപ്പ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 3-ാം ദിനവും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 3,30,00,000 രൂപയോളമാണ്. 1669 ഷോകളാണ് സിനിമയുടേത് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 1,91,000 മുകളിലുള്ള ടിക്കറ്റുകൾ ട്രാക്ക് ചെയ്യപ്പെടുകയും 40% മുകളിൽ ഒക്യുപ്പൻസി ശനിയാഴ്ച സിനിമയ്ക്ക് നേടാൻ കഴിയുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ 2-2.5 കോടിയിൽ നിൽക്കുമെന്ന് പറഞ്ഞ ഒരു സിനിമ പിന്നീട് ഈവനിംഗ് നൈറ്റ് ഷോസിൽ കുതിച്ചു കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പ്രസൻസ്. നമുക്കറിയാം, മോഹൻലാൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, പിന്നെ ആ സിനിമയുടെ കാര്യം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കളക്ഷൻ അതിൽ കൂടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജനങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രം ഇപ്പോൾ റിലീസായി എത്തിയിരിക്കുന്നത്. ആ ഒരു ചിത്രത്തെ തന്നെ എടുത്തു നോക്കുക. അത്ര ഗംഭീരമായിട്ടുള്ള ആ ഒരു സിനിമയിൽ ലാസ്റ്റ് 10 മിനിറ്റ് ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ അതുവരെയുള്ള മികച്ച പ്രകടനങ്ങളെല്ലാം തന്നെ ഒരു 10 അടി പിന്നോട്ട് മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ബബബ എന്ന ബ്രഹ്മാണ്ഡ ചിത്രം ഒരുക്കിയപ്പോൾ അതിൽ ഏറിയ പങ്കും ലാലേട്ടൻ്റെ ആ ഒരൊറ്റ കയ്യൊപ്പ് കൊണ്ട് വമ്പൻ വിജയമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, ഈ ലാലേട്ടൻ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ ഇരുന്നേനെയും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നും സിനിമയ്ക്ക് പ്രീസെയിലിലൂടെ ഏകദേശം 1,30,00,000 രൂപയ്ക്ക് മുകളിൽ വന്നിരിക്കുന്നു. സിനിമ ഇതിനോടകം തന്നെ 30 കോടി കടന്നിരിക്കുന്നു 3 ദിവസം കൊണ്ട്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. 4-ാം ദിനമായ ഞായറാഴ്ച സിനിമ നല്ല ലെവലിലുള്ള തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പ്രീസെയിൽ മികച്ച് തന്നെ നിൽക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം 14 കോടി സിനിമ കടന്നിരിക്കുകയാണ്. അതായത് 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ 15 കോടിക്കടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി. 4-ാം ദിവസമായി ഇന്നുകൊണ്ട് സിനിമ 18 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്താണെങ്കിലും 4 ദിവസം കൊണ്ട് 35-36 കോടി സിനിമ ബോക്സ് ഓഫീസിൽ നേടുകയും ചെയ്യും. പക്ഷേ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ ഒരു സിനിമയെ ഇത്രയും ലിബറേജ് ചെയ്ത ഒറ്റ ഫാക്റ്റ് തന്നെയാണ്, ആ ഒരു ഫാക്റ്റ് തന്നെയാണ് ഇന്ന് ഈ ഒരു 2025 മലയാള സിനിമയെ നയിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം സിനിമകളും മോഹൻലാലിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെ വമ്പൻ വിജയമായ ചിത്രങ്ങൾ അതാ വീണ്ടും ഒരെണ്ണം കൂടെ മോഹൻലാലിൻ്റെ തൂലികയിലേക്ക് അല്ലെങ്കിൽ തലപ്പാവിലേക്ക് ഒരു നല്ല വമ്പൻ വിജയമായി എത്തുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.